ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് 29-ാം ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് വസൂത്പത്തിയാണ് കേട്ടോ. പ്രദീപന്റെ മരണശേഷം ശന്തനു രാജാവായി. മൃഗയ വിനോദത്തിൽ തൽപരനായിരുന്നു അദ്ദേഹം. വേട്ടയാടി കാട്ടിലൂടെ നടക്കുമ്പോൾ സുന്ദരിയായ ഒരു തരുണിയെ കണ്ടുമുട്ടി. ലക്ഷ്മി ദേവിക്ക് സമയായ ഇവൾ അച്ഛൻ പറഞ്ഞവൾ തന്നെയാണെന്ന് രാജാവ് നിശ്ചയിച്ചു. ഇദ്ദേഹം മഹാഭിക്ഷൻ തന്നെയാണെന്ന് അവൾക്കും തോന്നി. രണ്ടാൾക്കും പരസ്പരം ഒരു പ്രേമ പരാവശ്യം അനുഭവപ്പെട്ടു. നീ ഒരു ദേവതയോ അപ്സരസോ മനുഷ്യസ്ത്രീയോ അല്ലെങ്കിൽ നീ നാഗകന്യകയാണോ? ആരാണെങ്കിലും നീയാണെൻ്റെ പത്നി. നീ എൻ്റെ പട്ടമഹിഷിയാവണം. അവൾ ഗംഗയാണെന്ന് രാജാവിനറിയില്ല. എന്നാൽ ഗംഗയ്ക്ക് രാജാവിൻ്റെ പൂർവ്വകഥകൾ അറിയാം. അങ്ങയെപ്പോലെയുള്ള രാജാവിനെ ഏതൊരു യുവതിയാണ് ആഗ്രഹിക്കാത്തത്? അങ്ങ് പ്രദീപരാജൻ്റെ പുത്രനാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരുവനെ വരിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. ഞാൻ തെറ്റോ ശരിയോ എന്തു തന്നെ ചെയ്താലും അതെൻ്റെ കാന്തൻ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നോട് അപ്രിയമായി സംസാരിക്കാനും പാടില്ല. എൻ്റെ വാക്കിന് വിപരീതമായി എന്നങ്ങ് പെരുമാറുന്നുവോ അന്ന് ഞാൻ അങ്ങയെ ഉപേക്ഷിക്കും. സമ്മതമാണെങ്കിൽ നമുക്കൊരുമിക്കാം. വസുക്കൾക്ക് തന്നിലൂടെ മനുഷ്യജന്മം ഉണ്ടാകണമെന്ന ആഗ്രഹം നിവർത്തിക്കാനായാണ് ഗംഗ ഈ നിബന്ധനകൾ വച്ചത്. രാജാവ് പ്രേമത്തിലായതിനാൽ നിബന്ധനകൾ സ്വീകരിച്ചു. അന്തപുരത്തിൽ ക്രീഡാലോലുപരായി അവർ കഴിഞ്ഞു. ഇന്ദ്രനും ശചിയും എന്ന പോലെ ഉത്തമരായ ദമ്പതികളായി അവർ ആനന്ദചിത്തരായി വാണു. വിഷ്ണുവും രമയും എന്ന പോലെ കഴിഞ്ഞ അവർക്ക് ആദ്യം ഒരു ഉണ്ണി പിറന്നു. ഗംഗ ആ ശിശുവിനെ തൽക്ഷണം ഗംഗയിൽ എറിഞ്ഞു കളഞ്ഞു. രാജാവിന് എതിർപ്പൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിബന്ധനകൾ പാലിക്കണമല്ലോ. അങ്ങനെ 7 മക്കളെ അമ്മ തന്നെ വെള്ളത്തിലെറിഞ്ഞു കൊന്നു. എനിക്ക് വംശം നിലനിർത്താൻ കഴിയാതെ വരുമോ? അവളെ തടുത്താൽ അവൾ ഇവിടം വിട്ടു പോവും. തടുത്തില്ലെങ്കിൽ രാജവംശം അന്യം നിൽക്കും. ഇങ്ങനെയുള്ള ചിന്തയിൽ രാജാവ് ഗർഭമടുത്തപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് തന്നെ ഉറപ്പിച്ചു. വസിഷ്ഠമുനിയുടെ പശുവിനെ മോഷ്ടിച്ച ദ്യോവാണ് 8ാമനായ ഈ വസു. ഭൂജാതനായ കുട്ടിയെ രക്ഷിക്കാൻ രാജാവ് രാജ്ഞിയുടെ കാല് പിടിച്ചപേക്ഷിച്ചു. ഞാൻ നിന്റെ ദാസനാവാം. ഇവനെ എനിക്ക് തരിക. നിനക്ക് ഞാൻ എന്തും തരാം. എനിക്ക് വംശം നിലനിർത്താൻ ആശയുണ്ട്. പുത്രനില്ലാത്തവൻ എങ്ങനെ സ്വർഗത്തിലെത്തും? ഇതെല്ലാം കേട്ടിട്ടും കുട്ടിയെ എടുത്തു പോകാൻ തുനിഞ്ഞ രാജ്ഞിയെ രാജാവ് തടഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് നരകഭയം ഒന്നുമില്ലേ? നീ ആരുടെ പുത്രിയാണ്? നീ എവിടെ വേണമെങ്കിലും പൊക്കോളൂ, പക്ഷെ കുട്ടിയെ എനിക്ക് തരൂ എന്നെല്ലാം രാജാവ് പറയാൻ തുടങ്ങി. എനിക്കും ഈ പുത്രനെ വേണം. ഞാൻ കാട്ടിൽ പോയി ഇവനെ വളർത്തിക്കൊള്ളാം. എനിക്ക് പോകാനുള്ള സമയമായി. അങ്ങയുടെ ശപഥം തെറ്റിയിരിക്കുന്നു. ഞാൻ ഗംഗാദേവിയാണ്. വസിഷ്ഠ ശാപത്താൽ മനുഷ്യയോനിയിൽ പിറക്കാൻ വിധിക്കപ്പെട്ട വസുക്കളാണ് നമ്മുടെ പുത്രന്മാർ. ദേവകാര്യ സിദ്ധിക്കായാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. വസുക്കളിൽ 7 പേരും ശാപമുക്തരായി. ഇവൻ 8ാമനാണ്. കുറച്ചുകാലം കൂടി കഴിഞ്ഞാലേ ഇവന് ശാപമുക്തി ലഭിക്കൂ. ഗംഗേയനായ ഇവൻ വസുവാണെന്നത് മറക്കാതെ സുഖമായി വാഴുക. ഏതായാലും ശന്തനു രാജൻ, അങ്ങേക്ക് ഗംഗാദത്തനെ ഞാൻ തരാം. ഞാനിവനെ യൗവനം വരെ വളർത്തി വലുതാക്കിയിട്ട് അങ്ങയെ ഏൽപ്പിക്കാം. അപ്പോൾ അങ്ങ് എന്നെ ആദ്യം കണ്ടുമുട്ടിയ ഇടത്തേക്ക് വരിക. ഞാൻ ഇവനെ തരാം. ഇങ്ങനെ പറഞ്ഞ് ഗംഗ കുഞ്ഞിനെയും എടുത്ത് പുറപ്പെട്ടു. ദുഃഖിതനായ ശന്തനു കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. രാജ്യഭാരം നിർവഹിച്ചു വന്നു. കാലം കുറേ കഴിഞ്ഞു. മൃഗയ വിനോദത്തിനിറങ്ങിയ രാജാവ് കാട്ടുപോത്ത്, പന്നി തുടങ്ങിയവയെ കൊന്നുകൊണ്ട് ഗംഗാ നദിക്കരയിലെത്തി. ഗംഗയിൽ ജലം വളരെ കുറവാണെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. നദിക്കരയിൽ കോമളനായ ഒരു യുവാവ് അതിവിദഗ്ധമായി അമ്പെയ്ത് ശരനിരകൾ തീർത്ത് വിളയാടുന്നു. അവനെ രാജാവിന് തിരിച്ചറിയാനായില്ല. നിന്റെ അച്ഛനാരാണ് എന്ന് അദ്ദേഹം യുവാവിനോട് ചോദിച്ചു. ശരജാലം തീർത്തുകൊണ്ടിരിക്കുന്ന അവൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ അവിടം വിട്ടുപോയി. രാജാവ് ചിന്താഗ്രസ്തനായി. ആരാണിവൻ? എൻ്റെ പുത്രനായിരിക്കുമോ? രാജാവ് ഗംഗയെ സ്തുതിച്ചു വാഴ്ത്തി സംപ്രീതയാക്കി. അവൾ രാജാവിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് കോമളനായ യുവാവ് എന്ന് ചോദിക്കെ ഗംഗാദേവി ഇങ്ങനെ പറഞ്ഞു. അവൻ 8ാമത്തെ വസുവാണ്. നമ്മുടെ മകനാണ്. ഞാൻ ഇവനെ എല്ലാം പഠിപ്പിച്ചു മിടുക്കനാക്കിയിട്ടുണ്ട്. ഗംഗേയൻ കഠിനവ്രതനുമാണ്. ഇവൻ അങ്ങയുടെ കുലത്തിന് കീർത്തി വരുത്തും. ധനുർവേദവും വേദശാസ്ത്രവും അവനറിയാം. ഞാൻ പോറ്റി വളർത്തിയ ഇവനെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളുക. വസിഷ്ഠന്റെ ആശ്രമത്തിൽ പഠിച്ച അവൻ സകല ശസ്ത്രങ്ങളിലും നിപുണനാണ്. ജമദാഗ്നിയുടെ അത്ര അറിവുള്ളവനാണ് നമ്മുടെ പുത്രൻ. ഇങ്ങനെ പറഞ്ഞ് പുത്രനെ നൽകി ഗംഗാദേവി മറഞ്ഞു. രാജാവ് മകനെ ഗാഢം പുണർന്നു. അവൻ്റെ മൂർധാവിൽ ചുംബിച്ചു. അവനെ തേരിലേറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹസ്തിനാപുരത്തിൽ രാജപുത്രന്റെ വരവ് ഗംഭീരമായി ആഘോഷിച്ചു. ഗംഗാദത്തനെ യുവരാജാവാക്കാൻ
ദേവജ്ഞന്മാരെ വിളിച്ചു വരുത്തി നല്ലൊരു മുഹൂർത്തം കുറിച്ചു. പുത്രസൗഖ്യത്തിൽ ഗംഗയെ കൂടി രാജാവ് മറന്നു. സുതൻ പറഞ്ഞു, വസുക്കളുടെ ശാപവൃത്താന്തവും ഗംഗയുടെ ചരിതവും സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കാൻ ഉതകുന്നതാണ്. വ്യാസമുനിയിൽ നിന്നും കേട്ടതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ഈ ലക്ഷണയുക്തമായ ഭാഗവതം ദ്വൈപായനന്റെ മുഖത്തു നിന്നും ഉദീരണം ചെയ്തതാണ്. ഇത് കേൾക്കുന്നവരുടെ സകല പാപങ്ങളും ഇല്ലാതാകുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.